ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പലപ്പോഴും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ടും പലർക്കും നീർക്കെട്ടുകൾ പോലെ വരുന്നത്. പക്ഷേ പലപ്പോഴും ഈ നീർക്കെട്ടുകൾ തുടക്ക സമയത്ത് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യുന്ന എന്തെങ്കിലും ഒരു എണ്ണ വാങ്ങി ആ ഒരു ഭാഗത്ത് കുറച്ച് സമയം ഒന്ന് തടവി വയ്ക്കും. അതിനുശേഷം ചെറിയൊരു റിലാക്സേഷൻ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ വീണ്ടും നമുക്ക് വേണ്ട ജോലികളിലേക്ക് പോവുകയും അതിനുശേഷം ഇത് കൂടുതലായിട്ട്, അതായത് ഒട്ടും ആ ഒരു ഭാഗം അനക്കാനായിട്ട് സാധിക്കാത്ത രീതിയിലേക്ക് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരെ നമുക്ക് ചുറ്റും കാണാനായിട്ട് സാധിക്കും. പലപ്പോഴും ഈ നീർക്കെട്ടുണ്ടാകുമ്പോൾ പ്രധാനമായിട്ട് നമ്മുടെ ഈ കഴുത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഈ രണ്ട് കൈയിലേക്കും ഇറങ്ങുന്നത് പോലെ ഷോൾഡറിൻ്റെ ഭാഗത്തോ നെഞ്ചിൻ്റെ ഭാഗത്തോ ഇല്ലെങ്കിൽ നമ്മുടെ നടുവിൻ്റെ ഭാഗത്തോ ഇല്ലെങ്കിൽ നമ്മുടെ കാൽമുട്ടിൻ്റെ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് നമുക്ക് ഈ നീർക്കെട്ടുകൾ പോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പലപ്പോഴും ഈ നീർക്കെട്ടുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ നീർവീക്കം എന്നൊക്കെ പറയുന്ന അവസ്ഥ, അതായത് ഇതുണ്ടാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ് ഇതുണ്ടാകുന്നത് എന്നുള്ളൊരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് മസിൽ പെയിൻ, അതായത് ജനറലി നമുക്കുണ്ടാവുന്ന മസിലിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ ഇതിൻ്റെ അടിയിലായിട്ട് കാണപ്പെടുന്ന ഫേഷ്യ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോൾ ഈ രണ്ട് ഭാഗത്തോ അല്ലെങ്കിൽ ഇവയ്ക്ക് ഇടയിലോ ഉണ്ടാകുന്ന നീർവീക്കമാണ്, അല്ലെങ്കിൽ അവിടെ ഒരു എന്തെങ്കിലും കാരണം കൊണ്ട് ഒരു ഇൻഫ്ലമേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടണം. അപ്പോൾ അങ്ങനെ ഒരു ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ഭാഗത്ത് നമുക്കുണ്ടാകുന്ന നീർക്കെട്ടിനെയാണ് കേട്ടോ അങ്ങനെ പറയുന്നത്. അപ്പോൾ ആ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാകണമെങ്കിൽ അതിനൊരു കാരണം കാണും. അപ്പോൾ ആ കാരണം എന്താണോ അതിനെ പൂർണ്ണമായിട്ട് മാറ്റാതെ നമ്മൾ പുറമേ, ഈ ചിലർ പറയാറില്ലേ നമ്മൾ ഈ തൊലിപ്പുറത്തുള്ള ട്രീറ്റ്മെൻറ്റ് ഇതിനൊട്ടും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമല്ല, കാരണം അറിഞ്ഞ് ആ കാരണം പൂർണ്ണമായിട്ട് മാറ്റുന്നതാണ് ഇതിനുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു മാർഗം. ഇനി ഇത് ഉണ്ടാകുമ്പോൾ ഉള്ള കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾക്കുണ്ടാവുന്ന പ്രശ്നം തന്നെ ഇപ്പം ഞാനത് പറഞ്ഞു തരാം. അതിൻ്റെ അകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം നമ്മുടെ കഴുത്തൊന്ന് ഇങ്ങനെ മൂവ് ചെയ്യുകയാണ്, പക്ഷേ ഈ ഒരു നീർവീക്കം അല്ലെങ്കിൽ നീർത്താഴ്ചയുള്ള ഒരു സമയത്ത് നമുക്കുണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ കഴുത്ത് നമുക്ക് ഒരുപക്ഷെ ഇത്ര ഇങ്ങോട്ട് ബെൻഡ് ചെയ്യാൻ പറ്റും, പക്ഷെ അതിനുശേഷം ഇത് നേരെ ഇപ്പുറത്തെ സൈഡിലേക്ക് നമ്മൾ മൂവ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിശക്തമായിട്ടുള്ള വേദന നമുക്കുണ്ടാവും. അതായത് ഇപ്പോൾ ഷോൾഡർ ആണെങ്കിൽ കയ്യിൽ ഇവിടെ നമുക്കൊരു വേദനയുണ്ട്, നമുക്ക് അത്യാവശ്യം ഇങ്ങനെ ഒന്ന് പൊക്കാം, അതിനുശേഷം നമ്മളിങ്ങനെ താക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള വേദന വരും. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഉണ്ടാവുന്നത്? അതായത് ഒരു മൂവ്മെൻറ്റ് അത്യാവശ്യം കറക്റ്റ് ആയിരിക്കും, പക്ഷേ രണ്ടാമത്തെ മൂവ്മെൻറ്റ് വരുമ്പോൾ അവിടെ ഒരു റെസ്ട്രിക്ഷൻ പോലെ നമുക്കുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? കാരണം നമ്മുടെ മസിൽസിനെന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിൽ പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. അതായത് ഇപ്പോൾ എൻ്റെ ഈ വിരലാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ആക്കുമ്പോൾ ഇവിടെ ഉള്ള ടെൻഡൻ ഇപ്പോൾ എന്താണ് ചെയ്തത്, ഇതെന്ന് പറഞ്ഞാൽ കോൺട്രാക്റ്റ് ചെയ്തു, അതായത് ചെറുതായിട്ട് മടങ്ങി, അതായത് ഇതിൻ്റെ സൈസിൽ ഒരു കുറവ് വന്ന് ഇങ്ങനെ മടങ്ങാണ്. ഇതിനെയാണ് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഇത് കഴിഞ്ഞ് ഇതുവരെ ഇത് ഓക്കെ ആയി. ഇപ്പം ഞാൻ നോക്കുമ്പോൾ എൻ്റെ കൈ തിരിച്ച് നൂരുന്നില്ല എന്നുള്ള ഒരവസ്ഥയിൽ നമുക്കിവിടെ ഒരു വേദന വരുന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ്, ഈ പറയുന്ന ഭാഗം റിലാക്സ് ആവാനായിട്ട് സാധിക്കുന്നില്ല. അതായത് രണ്ടാമത്തെ മൂവ്മെൻറ്റിൽ നമുക്കൊരു റെസ്ട്രിക്ഷൻ ഉണ്ടാകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാനുള്ളത്. അതുപോലെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തും ഉണ്ടാകുന്ന മസിൽ പിടുത്തവും, അതായത് ഈ കോൺട്രാക്ഷൻ റിലാക്സേഷൻ പ്രോപ്പറായിട്ട് നടക്കത്തില്ല. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ ഒരു രീതിയിൽ നമുക്ക് ഇവിടെയാണ് ഇപ്പോൾ ഒരു വേദന എന്ന് നിങ്ങൾ വെച്ചോളൂ. ഈ കഴുത്തിൻ്റെ ഒരു സൈഡിൽ മാത്രം ഇങ്ങനെ ഇറങ്ങുന്ന ഒരു വേദനയാണെങ്കിൽ നമ്മളിപ്പോൾ ഇങ്ങോട്ട് മൂവ് ചെയ്തു, അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ച് പോകാനായിട്ട് പറ്റുന്നില്ല. ഈ ഒരു സമയത്ത് നമ്മുടെ മസിലിന് ഇവിടെ എന്താണ് റിലാക്സേഷൻ സംഭവിച്ചിരിക്കുകയാണ്, പക്ഷേ ഇവിടെ നിന്ന് തിരിച്ച് വരുമ്പോൾ, അതായത് തിരിച്ച് കോൺട്രാക്ട് ചെയ്യാനായിട്ട് ഇതിന് പറ്റുന്നില്ല. അപ്പോൾ ഈ ഒരു അവസ്ഥ വരുമ്പോൾ ഇവിടുത്തെ പിടുത്തം കാരണം നമ്മൾ എന്ത് ചെയ്യുക, ആ ഭാഗം ഒന്ന് അനക്കാതിരുന്നിട്ട് എന്തെങ്കിലും ഒരു എണ്ണ തേച്ചിട്ട് ഭയങ്കരമായിട്ട് നമ്മൾ അവിടെ അങ്ങ് മസാജ് ചെയ്യും. ഇങ്ങനെ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഒരു നീര് പോലെ പൊങ്ങി വരുന്ന പോലെ പലപ്പോഴും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അമിതമായിട്ടുള്ള മസാജും കൂടി ചെയ്ത് കഴിയുമ്പോൾ ഈ ഭാഗത്ത് സംഭവിക്കുന്നത് നീരിങ്ങനെ പൊങ്ങി വന്നതിന് ശേഷം പിന്നെ ഒട്ടും അനക്കാനായിട്ട് പറ്റത്തില്ല എന്നുള്ളൊരവസ്ഥയിലോട്ടങ്ങ് പോകും. ഇതുകൊണ്ട് നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഇൻഫ്ലമേഷൻ ക്രിയേറ്റ് ചെയ്യുക, അവിടെ ഒരു ഫ്ലൂയിഡ് അക്യുമുലേഷൻ പോലെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഭാഗം കുറേ ദിവസത്തേക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്ന് വരും. പെയിൻ കില്ലറും കാര്യങ്ങളൊക്കെ കഴിക്കും. പിന്നെ കുറേ ദിവസം നമ്മളൊന്ന് റെസ്റ്റൊക്കെ എടുത്ത് എല്ലാം കഴിയുമ്പോഴായിരിക്കും ഇത് വരുന്നത്. ഇനി ഈ ഭാഗത്ത് വരുന്ന നീർക്കെട്ടിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. അതായത് നമ്മൾ പലപ്പോഴും നമ്മുടെ നാട്ടിൽ എണ്ണ കാച്ചി തേക്കുന്ന ഒരു രീതി പലർക്കും ഉണ്ട്. അതിൻ്റെ അകത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ കറ്റാർവാഴ, നെല്ലിക്ക, ഉലുവ, നമുക്ക് ഈ പനിക്കൂർക്ക ഇല, ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഏത് ഇലയും സാധനങ്ങളും ഇട്ട് നമ്മൾ എണ്ണ കാച്ചും. പക്ഷേ ഇതിൻ്റെ അകത്ത് തണുപ്പ് കൂടിയിട്ടുള്ള സാധനങ്ങൾ ഇട്ട്
അമിതമായിട്ട് എണ്ണ തേച്ച് കഴിഞ്ഞാൽ ചില ആളുകളെ സംബന്ധിച്ച് നീർവീഴ്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നീട് നമുക്ക് തലനീരിറക്കം പോലെയുള്ള പ്രശ്നങ്ങളും ഈ ഭാഗത്തായിട്ട് ഭയങ്കരമായിട്ടുള്ള വേദനയും നീർക്കെട്ടും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നമ്മളൊന്ന് മനസ്സിലാക്കുക. ഇനി അമിതമായിട്ട് ഭാരം തലയിലെടുക്കുകയോ അല്ലെങ്കിൽ നമ്മൾ തോളിൽ ഭാരം എടുക്കുകയോ ചെയ്യുന്ന ആളുകൾക്ക് ഈ പ്രശ്നം വരാം. ഹെൽമെറ്റ് വെച്ചിട്ട് ഒരുപാട് ദൂരം വണ്ടി ഓടിക്കുന്ന ആളുകൾക്ക്, ഇല്ലെങ്കിൽ നമ്മൾ ഹെൽമെറ്റിന് അമിതമായിട്ടുള്ള വെയിറ്റ് വരുന്ന ആളുകൾക്കും ഈ ഒരു പ്രശ്നം ഉണ്ടാകും. ഇനി ഒരുപാട് സമയം കുനിഞ്ഞിരുന്ന് കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതുകയോ ഒക്കെ ചെയ്യുന്ന രീതിയിലുള്ള ആളുകൾക്ക് ഈ പ്രശ്നം ഉണ്ടാവും. എന്തെങ്കിലും ഒരു രീതിയിൽ ഉള്ള വെയിറ്റ് പെട്ടെന്ന് വലിച്ചെടുക്കുന്ന രീതിയിൽ ചെയ്യുന്ന ആളുകൾക്ക് ഈ ഒരു ഭാഗത്ത് നീർവീക്കം പോലെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഒരുപാട് സമയം നമ്മൾ മുട്ട് ബെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരുപാട് സമയം നമ്മൾ ഇരുന്നു കൊണ്ടുള്ള ജോലിയോ ഒക്കെ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരുപാട് സമയം നിൽക്കുന്ന ജോലിയോ ചെയ്തു കഴിയുമ്പോഴും നമ്മുടെ കാലിൻ്റെ ഭാഗത്ത് മസിൽ പിടുത്തവും നീർക്കെട്ടും പോലെ നമുക്ക് വരുന്നത് ഒരുപാട് പേരിലും കാണാനായിട്ട് സാധിക്കും. ഇനി വൈകുന്നേരം ഒരുപാട് താമസിച്ച് തണുപ്പായതിനു ശേഷം കുളിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഈ ഒരു പ്രശ്നം ഉണ്ടാകും. കുളിച്ച ഉടനെ തന്നെ നമ്മൾ AC-യിലേക്ക് പോയിരിക്കുകയോ അല്ലെങ്കിൽ കുളിച്ച ഉടൻ തന്നെ വെയിലത്തേക്ക് നമ്മൾ ഇറങ്ങുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന രീതിയിലും നീർക്കെട്ടുകൾ നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകാനുള്ള സാധ്യത എപ്പോഴും വർദ്ധിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അമിതമായിട്ട് തല വിയർക്കുന്നവർക്കും ഈ ഒരു പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതാണോ നിങ്ങളുടെ പ്രശ്നം എന്ന് മനസ്സിലാക്കിയിട്ട് ആദ്യം ആ കാര്യം ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ പകുതിയിലധികം പ്രശ്നവും നമുക്ക് ഇതിൻ്റെ അകത്ത് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇനി പലപ്പോഴും നമ്മൾ കിടക്കുന്ന പൊസിഷനും തലേണയുടെ ഹൈറ്റും കൊണ്ട് പലർക്കും ഈ കഴുത്തിൻ്റെ ഭാഗത്ത് ഇത്തരത്തിലുള്ള വേദനകളും നീർക്കെട്ടും ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ബെഡിൻ്റെ പൊസിഷനും തലേണയുടെ ഹൈറ്റ്, അതായത് പില്ലോയുടെ ഹൈറ്റും കൂടി നമ്മളൊന്ന് അത്യാവശ്യം ചെക്ക് ചെയ്ത് നോക്കി നമുക്ക് സ്യൂട്ടബിൾ ആവുന്ന രീതിയിലുള്ള ഒരു പില്ലോ നമ്മൾ വാങ്ങിയിട്ട് ഉപയോഗിക്കുക. ഇനി ഇതിന് വേണ്ടിയിട്ട് അമിതമായിട്ട് എണ്ണകളുടെ ഉപയോഗം ഒരിക്കലും നിങ്ങൾ ചെയ്യരുത് എന്നുള്ളതാണ്. തലയിൽ അമിതമായിട്ട് എണ്ണ വാരി തല കുളുക്ക എണ്ണ തേച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ എണ്ണ തലയിൽ നമുക്കൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അസന ഏലാദി പോലെയോ കൂവളം വെച്ചിട്ടുള്ള കാച്ചെണ്ണയോ ഒക്കെ ഉണ്ടാക്കിയിട്ടോ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമ്മൾ തേക്കുകയാണെങ്കിൽ തലനീരിറക്കവും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളും നല്ല രീതിയിൽ കുറയാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് വേദനയുള്ള ഭാഗത്ത് എണ്ണ പുരട്ടുന്നതിനേക്കാളും ലിനമെൻറ്റുകൾ, അതായത് നമുക്ക് തുള്ളിമരുന്ന് പോലെ കിട്ടുന്ന ലിനമെൻറ്റുകൾ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ ഈ രീതിയിലുള്ള ലിനമെൻറ്റുകൾ വാങ്ങി 2-3 തുള്ളി എടുത്തതിന് ശേഷം നമ്മുടെ ഈ ഭാഗത്ത് ചെറിയ രീതിയിൽ നമ്മളിങ്ങനെ ഒന്ന് തടവില്ല, അപ്പോൾ ആ ഒരു രീതിയിൽ തടവി പിടിപ്പിക്കുന്നതോ അല്ലെങ്കിൽ ഓയിൻമെൻറ്റുകളോ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ ഒരു സമയത്ത് ഏറ്റവും നല്ലത്. കാരണം നമുക്ക് ഒരുപാട് വേദനകൾ വരുമ്പോഴും ഈ കോൺട്രാക്ഷനും റിലാക്സേഷനും പ്രോപ്പർ ആവാൻ വേണ്ടിയിട്ട് പലപ്പോഴും ഓയിൻമെൻറ്റുകൾ നമ്മളെ വളരെ നല്ല രീതിയിൽ സഹായിക്കും. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു വേദന ഒന്ന് കോൺട്രാക്ട് ചെയ്ത് പിടിച്ചിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാനുള്ളത് തലനീരിറങ്ങുന്നതിന് കാരണമായിട്ടുള്ള തരത്തിലുള്ള ഈ രാത്രിയിലുള്ള കുളിയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയതിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് കുറച്ച് ഉപ്പ് എടുത്തതിന് ശേഷം, അതായത് ഒരു പിടി ഉപ്പെടുത്ത് ഒരു 3 ഗ്ലാസ് വെള്ളത്തിൻ്റെ അകത്ത് ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ആ ഉപ്പ് വെള്ളത്തിൻ്റെ അകത്ത് നമ്മൾ തുണി മുക്കിയിട്ട് നമുക്ക് ആ വേദനയുള്ള ഭാഗത്ത് നമ്മൾ ചൂട് കൊടുക്കുന്ന ഒരു രീതിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഈ വേദന കുറച്ച് നിർത്താനായിട്ട് സാധിക്കും. കാരണം ഇത്തരത്തിൽ ഉപ്പ് വരുമ്പോൾ നീർക്കെട്ട് കുറച്ചുകൂടി വലിച്ച് പുറത്തേക്ക് കളയാനുള്ള ഒരു സാധ്യതയുള്ളത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഇത്തരത്തിൽ ഒന്ന് നല്ല രീതിയിൽ ആവി പിടിച്ച് കൊടുക്കുന്നത് ഈ ഒരു സമയത്ത് നല്ലതാണ്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ കഴുത്തിൻ്റെയൊക്കെ ഒരു ഭാഗത്തൊക്കെയാണ് വരുന്നത്, നമുക്ക് ഈ ആവി പിടിക്കുന്നതിന് ഉള്ള മറ്റൊരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇരുന്നിട്ട് നമ്മുടെ വീട്ടിലെ സ്റ്റീമർ ഉണ്ടല്ലോ, ആ സ്റ്റീമറിൻ്റെ അകത്ത് ഒരു 2-3 കണക്ഷൻസ് നമുക്ക് കാണും. അപ്പോൾ അതായത് കുറച്ച് നീളത്തിൽ ഈ ഒരു ചൂട് പുറകിലോട്ട് വരുന്ന രീതിയിൽ ഈ ലിനമെൻറ്റ് കഴുത്തിൻ്റെ പുറകു ഭാഗത്ത് നന്നായിട്ട്, അല്ലെങ്കിൽ കഴുത്തിലോ കാലിൻ്റെയോ ഒക്കെ പുറകു ഭാഗത്ത് നമുക്ക് എവിടെയാണോ നീർക്കെട്ടുള്ള ആ ഭാഗത്ത് ഇട്ട് നന്നായിട്ടൊന്ന് തേച്ചിട്ട്, അതായത് ഇറുക്കി നമ്മൾ മസാജ് ചെയ്യുന്ന രീതിയിൽ കൊണ്ടുവരാതെ ആ ഒരു രീതിയിൽ അത്യാവശ്യം ഒന്ന് തേച്ചതിന് ശേഷം നമ്മൾ ഈ സ്റ്റീമർ ഉപയോഗിച്ച് അത്യാവശ്യം ഒന്ന് ഈ നമ്മുടെ ആ ഒരു സ്റ്റീം വരത്തില്ല, അപ്പോൾ അത് ആ ഒരു ഭാഗത്ത് നന്നായിട്ടൊരു 10 മിനിറ്റ് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ, അതായത് പൊള്ളരുത്, കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ ആ ഒരു ഭാഗത്ത്, അതായത് നമ്മളിങ്ങനെയാണ് ഇവിടെയാണ് ആ വേദനയെങ്കിൽ നമ്മൾ ഏകദേശം ഒരു ഗ്യാപ്പിൻ്റെ അകത്തേക്ക്, അതായത് ഒരു കൈയുടെ ഒരു പകുതി ഈ ഒരു ലെങ്തിലേക്ക് നമ്മൾ വെച്ചതിന് ശേഷം വേണം നമ്മൾ ആ ഒരു ഇത് ഇടാനായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊന്ന് ഇട്ട് കഴിയുമ്പോൾ അത്യാവശ്യം ഈ നീർക്കെട്ട് നല്ല രീതിയിൽ കുറയുന്നതാണ്. അപ്പോൾ ഒരുപാട് പേർക്ക് ഈ ഒരു കാര്യം ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് കൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത്. പലപ്പോഴും നമ്മൾ ഈ സമയത്ത് രാസ്നാദി ചൂർണം നമ്മുടെ ഈ തലയുടെ ഈ ഭാഗത്തും കഴുത്തിൻ്റെ പുറകിലായിട്ടും ഇടുന്നതും ഇത്തരത്തിലുള്ള നീർത്താഴ്ചയും നീർക്കെട്ടുകളും കുറയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മറ്റു ഭാഗങ്ങളിലാണെങ്കിലും നമുക്കിപ്പോൾ
കഴുത്തിൻ്റെ ഭാഗത്താവുമ്പോഴാണ് നമ്മൾ ഈ എണ്ണയും അതുപോലെ തന്നെ രാസ്നാദി പൊടിയൊക്കെ വേണ്ടത്. മറ്റ് ഭാഗങ്ങളിലാവുമ്പോൾ ലിനമെൻറ്റോ ഓയിൻമെൻറ്റോ അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ സ്റ്റീമോ ഉപ്പ് വെള്ളം ചൂടാക്കിയിട്ട് പിടിക്കുകയോ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം മതി മറ്റ് ഭാഗങ്ങളിലാവുമ്പോൾ എന്നുകൂടി പറയുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങളത് കമൻ്റായിട്ട് നമ്മുടെ വാട്സാപ്പിൻ്റെ നമ്പറിൽ ചോദിക്കുക. കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും